ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. നീറ്റ് എക്സാമിന്റെ ഡ്രസ് കോഡ് എല്ലാ വർഷവും ഒരുപാട് കോൺട്രവേഴ്സീസും കൺഫ്യൂഷൻസും ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളടുത്ത് ഞാൻ എത്ര വന്ന് പറഞ്ഞാലും മക്കൾക്ക് ഇനിയും ഇഷ്ടംപോലെ ഡൗട്ട്സ് ഉണ്ടാകും. അതായത് എന്തിടണം എന്ത് അലൗഡ് ആണ് എന്ത് അലൗഡ് അല്ല അല്ലെ. ബട്ട് എനിവേസ് മക്കൾക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാം എക്സാം എത്തുന്നത് വരെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെ നമുക്ക് എക്സാം ഹോളിൽ ഇടാം, എന്തൊക്കെ ഇടാൻ പറ്റില്ല എന്നുള്ളത് നമുക്കൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കാം. കമോൺ. ഗേൾസ് വെസ്റ്റേൺ ഡ്രസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഹൈ കോളേർഡ് നെക്സ്, അതായത് ഇങ്ങനെയുള്ള ടേർട്ടിൽ നെക്ക് അല്ലെങ്കിൽ ഹൈ നെക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതൊന്നും അലൗഡ് അല്ല. പകരം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റൗണ്ട് നെക്ക് ടീഷർട്സ്, റൗണ്ട് നെക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അലൗ ചെയ്യും. അതുപോലെ ഹാഫ് സ്ലീവ്സ്. ഇപ്പം കംപ്ലീറ്റ്ലി അലൗഡ് അല്ലാത്തൊന്ന് ചോദിച്ചാൽ ഇതായിരിക്കും ഹൈ നെക്ക് വിത്ത് ലോങ് സ്ലീവ്. അത് നമ്മുടെ എക്സാമിന് അലൗഡ് അല്ല, അത് അവോയ്ഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് റൗണ്ട് നെക്ക് ആൻഡ് ഹാഫ് സ്ലീവ്സ് ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ട്. പിന്നെ നല്ല ചൂടും കൂടെ അല്ലേ, അപ്പൊ മക്കൾക്ക് അതൊക്കെ ഇട്ടിട്ട് പോകാം. ഇനി ചിലർ ചോദിക്കും മാം കസ്റ്റമറി ഡ്രസ്സ് അലൗഡ് അല്ലേന്ന്. അപ്പം കസ്റ്റമറി ഡ്രസ്സ് ബുർക്കയൊക്കെ ഇടുന്നവരാണെങ്കിൽ അത് അലൗഡ് ആണ്. പക്ഷെ നിങ്ങൾ എക്സാം ഹാളിൽ കുറച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ടൈമൊക്കെ മാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ സ്ലീവ്ലെസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യു ക്യാൻ വെയർ സ്ലീവ്ലെസ് ടോപ്സ്. പക്ഷെ ഐ സജസ്റ്റ്, ഇതൊരു എക്സാം ആണ്. അപ്പൊ നമ്മളൊരു എക്സാമിനേഷന് പോകുമ്പോൾ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. സി ലൈക്ക് ദിസ്. ഇത് കുറച്ച് ഹൈ നെക്ക് ആണ്. ഇത്രയും ഹൈ നെക്ക് വേണ്ട. നമുക്ക് കുറച്ചും കൂടി റൗണ്ട് നെക്ക് ആയിട്ടുള്ള ടീഷർട്ട്സ് യൂസ് ചെയ്യാം, ഹാഫ് സ്ലീവ്സ് യൂസ് ചെയ്യാം. ഇതുപോലെയുള്ള ഫുള്ളി പ്രിന്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രിന്റ്, ഒരുപാട് ഇതിലുള്ള ബഹളമുള്ള ഡ്രസ്സ് ഒഴിവാക്കുക. എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിന്റഡ് ഡ്രസ്സുകൾ ഒഴിവാക്കുക. പിന്നെ ഇതുപോലെയുള്ള ഹൈ നെക്ക് കോളേഴ്സ് ഒക്കെ ഒഴിവാക്കുക. റൗണ്ട് നെക്ക് ആൻഡ് നല്ല ലൂസ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും അലൗഡ് ആയിട്ടുള്ളത്. ഇനി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പോകാം. റൗണ്ട് നെക്ക് ആണ്, ഇത് ഹാഫ് സ്ലീവ് ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കോട്ടന്റെ ഡ്രസ്സുകളൊക്കെ അലൗഡ് ആണ്. അപ്പൊ മക്കൾക്ക് അതൊക്കെ ഇട്ടിട്ട് പോവാം. പിന്നെ അലൗഡ് അല്ലാത്തത് ചോദിക്കുകയാണെങ്കിൽ ഹൈ നെക്ക് ആയിട്ടുള്ള ഒന്നും അലൗഡ് അല്ല. ഇതുപോലെയുള്ള ഷർട്ട്സും ഒക്കെ കോളേർഡ് ഷർട്ട്സ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്തിനാണ് നമുക്ക് അവിടെ എത്തിയിട്ടൊരു അൺനെസസറി ടെൻഷൻ. ഓക്കെ. ഇനി ഗേൾസിന്റെ ബോട്ടം വെയർ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ബോട്ടംസ് നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഒരുപാട് പോക്കറ്റ്സ് ഒക്കെ ഉള്ള കാർഗോ ടൈപ്പ് ഒക്കെ ഒഴിവാക്കുക. ലൂസ് ബോട്ടംസ് ഒക്കെ അലൗഡ് ആണ്. കോട്ടന്റെ ലൂസ് ബോട്ടംസ് ഇടാം. നമുക്ക് പ്ലാസോ പോലത്തെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധാരണ കോട്ടന്റെ ബോട്ടംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള മെറ്റൽ ബട്ടൺസ് ഉള്ളത് ഒഴിവാക്കുക. മെറ്റൽ ബട്ടൺസ് ഇല്ലാതെ നമ്മൾ സാധാരണ ഇല്ലേ ജോഗേഴ്സ് പോലത്തെ, അതൊക്കെ അലൗഡ് ആണ് കേട്ടോ. അതൊക്കെ മക്കളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ടീഷർട്ട്സ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള ടീഷർട്ട്സ് ഒന്നും അലൗഡ് അല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള ടീഷർട്ട്സ് അവോയ്ഡ് ചെയ്യുക. പ്ലെയിൻ ടീഷർട്ട്സ് അല്ലെ, പ്ലെയിൻ കളേർഡ് റൗണ്ട് നെക്ക്, പെർഫെക്റ്റ് നെക്ക് ആണ് ഇതൊക്കെ. ഹാഫ് സ്ലീവ് ടീഷർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കും മാം ഞാൻ ചുരിദാർ മാത്രമേ ഇടാറുള്ളൂ. ചുരിദാറുള്ളവർക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ആ സെഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. ഇതുപോലെയുള്ള ഹൈ നെക്ക് ടോപ്പുകൾ, ഫുൾ സ്ലീവ് ടോപ്പുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാണ് നമുക്ക് എക്സാം ഹോളിൽ എത്തിയിട്ട് ഒരു പ്രശ്നം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ബോട്ടംസ് ആണ് ഇത്. നമ്മള് ജോഗേഴ്സ് എന്നൊക്കെ പറയില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്നത്. നമ്മൾ ശരിക്കും വീട്ടിലിരുന്ന നൈറ്റ് ഡ്രസ് പോലത്തെ അല്ലെ, അങ്ങനത്തെ കോട്ടൺ ബോട്ടംസ്, ഇതുപോലെയുള്ള സിമ്പിൾ ഇലാസ്റ്റിക് കോട്ടൺ ബോട്ടംസ് ഒക്കെ മക്കൾക്ക് ഇട്ടിട്ട് പോവാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ് ഇട്ടിട്ട് പോവുക. അൺനെസസറി ആയിട്ട് അവിടെ നമുക്കൊരു ടെൻഷൻ വേണ്ടല്ലോ. ഈ ഡ്രസ്സിന്റെ പേരിൽ ഒരു എന്താണ് ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ. ഇങ്ങനെയുള്ള ബോട്ടംസ് ഒക്കെ ഒഴിവാക്കട്ടെ. ഒരുപാട് പ്രിന്റ്സ് ഒക്കെ ഉള്ള ബോട്ടംസ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ജീൻസ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ജീൻസ് അലൗഡ് അല്ല. ബിക്കോസ് ഇറ്റ് ഹാസ് മെറ്റൽ ബട്ടൺസ് ആൻഡ് മെറ്റൽ സിപ്പ്. ഓക്കെ, മെറ്റൽ ബട്ടൺസും മെറ്റൽ സിപ്പും ഉള്ള ജീൻസ് ഒഴിവാക്കുക. പിന്നെ ഡെനിംസ് ഇടാം, പക്ഷേ വിത്ത് ഇലാസ്റ്റിക് ഉള്ള ഡെനിംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ടീഷർട്ട്സ് ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള നെക്കുകളുള്ള പ്ലെയിൻ ടീഷർട്ട് ഒക്കെ അലൗഡ് ആണ്. യു ക്യാൻ വെയർ ഓൾ ദിസ്. ഇതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ. ഇനി ഇന്ത്യൻ വെയർ ഇടുന്നവരുടെ ഡ്രസ്സ് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ വെയർ ഇടുന്നവര് ഇതേപോലെയുള്ള സ്ലീവ്ലെസ് കുർത്താസ് ഒക്കെ ഇടാം. പക്ഷേ ഐ സജസ്റ്റ്
ഒരുപാട് പ്രിന്റ്സ് ഒന്നും ഉള്ളത് അവോയ്ഡ് ചെയ്യുക. ഡാർക്ക് കളേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഓൾസോ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പൊ അങ്ങനെ ഒരുപാട് ഡാർക്ക് കളേഴ്സ് ഒന്നും ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. സോബർ ആയിട്ടുള്ള പ്ലെയിൻ കളേഴ്സ് ഇടാം, സിമ്പിൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇടാം. പേസ്റ്റൽ ഷെയ്ഡ്സിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ മിറർ വർക്ക് ഒക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സിമ്പിൾ ആയിട്ടുള്ളത് ഇടുക. പിന്നെ ഇതുപോലെ ഹൈ ക്ലോസ്ഡ് കോളർ നെക്ക് ഉള്ളത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, റൗണ്ട് നെക്ക് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. വെറുതെ നിങ്ങൾക്ക് എക്സാം ഒരു ടെൻഷൻ ആവണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇങ്ങനത്തെയുള്ള കുർത്താസ് ഒക്കെ അലൗഡ് ആണ്. യു ക്യാൻ വെയർ ദിസ്. ഇത് ഡ്രസ്സ് പോലെ വേണമെങ്കിലും ഇടാം, പക്ഷെ ഒരുപാട് പ്രിന്റ്സ് ഒന്നും ഉള്ളത് ഇടാണ്ടിരിക്കുക. ആൻഡ് ഇതുപോലെയുള്ള കുർത്താസ് ഒക്കെ അലൗഡ് ആണ്. യു ക്യാൻ വെയർ. ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇന്ത്യൻ വെയർ ഇടുന്നവർ ഇനി ബോട്ടം സെഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതുപോലെ ഇതുപോലെ ഒത്തിരി ഹൈ ക്ലോസ് നെക്ക് ഉള്ളത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. റൗണ്ട് നെക്ക് തന്നെ പ്രിഫർ ചെയ്യുക. വി നെക്ക്, റൗണ്ട് നെക്ക് ഒക്കെ ഇടുക. പക്ഷെ സിമ്പിൾ കളേഴ്സ് ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ ഇടാം. അതുപോലെ ബോട്ടംസ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇടാം. ഇതുപോലെ സാധാരണ കോട്ടൺ ബോട്ടംസ്, ഓക്കെ, കുർത്താസിന്റെ കൂടെ നമ്മൾ ഇടുന്ന ഇതുപോലുള്ള ബോട്ടംസ് ഇടാം. ടൈറ്റ് ഫിറ്റഡ് ലെഗിങ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള ബോട്ടംസ് ഇടാം. ടൈറ്റ് ഫിറ്റഡ് ലെഗിങ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ മെറ്റൽ അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഉള്ള ബോട്ടംസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ വെയർ ഇടുന്ന ക്ലോത്ത്സ് ഇടുന്നവർക്കുള്ള സജഷൻസ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് ലൗഡ് ആയിട്ടുള്ള പ്രിന്റഡ് അല്ലെങ്കിൽ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് അവോയ്ഡ് ചെയ്യുക. അപ്പം കസ്റ്റമറി ഡ്രസ്സ് ഇടുന്നവർക്ക് അതിടാം. ഇപ്പം സിസ്റ്റേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ മുസ്ലിം മക്കളുണ്ടാകും, അപ്പൊ ബുർക്ക ഇടുന്നവരുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറി ഡ്രസ്സ് ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ മതി. 12:30 നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റോൾസ് ഒന്നും അങ്ങനെ അഡീഷണൽ ആയിട്ട് അലൗഡ് ആയിരിക്കില്ല. കസ്റ്റമറി ഡ്രസ്സ് എക്സെപ്ഷണൽ ആണ്. പ്ലീറ്റഡ് സ്കേർട്സ്, ഇതുപോലെയുള്ള സ്കേർട്സ് ഉണ്ട് അല്ലെ. പിന്നെ സിൽക്കിന്റെ പ്ലീറ്റഡ് സ്കേർട്സ് ഉണ്ട്. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പ്ലീറ്റഡ് സ്കേർട്സ് അലൗഡ് അല്ല. ഒരുപാട് ടൈറ്റ് ഫിറ്റഡ് ആയിട്ടുള്ള ലെഗിങ്സ് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഇഷ്യൂ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടൈറ്റ് ഫിറ്റഡ് ലെഗിങ്സ് ട്രൈ ടു അവോയ്ഡ്. യു ക്യാൻ വെയർ നോർമൽ കോട്ടൺ ബോട്ടംസ് ലൈക്ക് ദിസ് ആസ് ഐ ഷോഡ്. ഇതൊക്കെ അലൗഡ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയ മറ്റൊരു ടോപ്പിക് ആയിരുന്നു ഇന്നർ വെയർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ന്യൂസിലൊക്കെ വന്നിരുന്നു. അതായത് മെറ്റാലിക് ഇന്നർ വെയർ റിമൂവ് ചെയ്യാനൊക്കെ പറഞ്ഞ് കുറച്ച് കുട്ടികൾക്ക് ഒരുപാട് മാനസിക അസ്വസ്ഥയും പ്രശ്നങ്ങളൊക്കെ എക്സാമിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. എന്തിനാണ് നമുക്ക് അങ്ങനത്തെ ഒരു സ്ട്രെസ്? അപ്പൊ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല പ്രിപ്പയർഡ് ആയിട്ട് അലൗഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇന്നർ വെയർ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പോവാം. മെറ്റൽ ഹുക്സ് ഉള്ള മക്കൾ ബ്രാ യൂസ് ചെയ്യുമ്പോൾ മെറ്റൽ ഹുക്സ് ഉള്ള ബ്രാ അവോയ്ഡ് ചെയ്യുക. അത് അലൗഡ് അല്ല. ഇനി എന്താ പറയാ, ആ ടൈപ്പ് ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് പ്ലാസ്റ്റിക് ഹുക്സ് ഉള്ള ബ്രാസ് അലൗഡ് ആണ്. യു ക്യാൻ യൂസ് ദാറ്റ്. ഇനി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്പോർട്സ് ബ്രാസ് ആണ്. സ്പോർട്സ് ഇന്നർവെയർ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ ഹുക്സിന്റെയും ഇതിന്റെ ഒന്നും പ്രശ്നമില്ല. പിന്നെ വെറുതെ മെറ്റൽ ഡിറ്റക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അൺനെസസറി ഒരു ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പോർട്സ് ബ്രാസ് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് പോവുകയും ചെയ്യാം. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാം. സോ സ്പോർട്സ് ബ്രാസ് തന്നെ പ്രിഫറബിളി യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യത്തിലെ കൺഫ്യൂഷൻ മാറിയില്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഡ്രസ് കോഡിലേക്ക് നോക്കാം. ഇനി നമുക്ക് നീറ്റ് എക്സാം ഹാളിലേക്ക് നമ്മുടെ ബോയ്സ് പോകുമ്പോൾ ഏത് ടൈപ്പ് ഡ്രസ്സ് അലൗഡ് ആണ്, അലൗഡ് അല്ല എന്ന് പറയാം. ഓൾറെഡി എഴുതിയവർക്ക് റിപ്പീറ്റേഴ്സിനൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും എല്ലാ വർഷവും നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയി പോകുന്നതല്ലേ നല്ലത്. അപ്പൊ നോക്കുക, ഇതുപോലെയുള്ള കോളേർഡ് ടീഷർട്സ് ഒഴിവാക്കുക. റൗണ്ട് നെക്ക് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഹാഫ് സ്ലീവ് ടീഷർട്സ് ഇടാം, പക്ഷെ റൗണ്ട് നെക്ക് ആൻഡ് ഇതുപോലെയുള്ള പ്രിന്റ്സ് ഉള്ളത്, അതായത് ലെറ്റേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ടീഷർട്സ് അവോയ്ഡ് ചെയ്യുക. പ്ലെയിൻ റൗണ്ട് നെക്ക് ടീഷർട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് അലൗഡ് ആണ്. ഇതുപോലെയുള്ള സിമ്പിൾ പ്ലെയിൻ റൗണ്ട് നെക്ക് ടീഷർട്സ് അലൗഡ് ആണ്. ഇനി ഇൻ കേസ് ചിലപ്പോൾ ബ്രാൻഡ് ലേബൽ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ബ്രാൻഡ് ലേബിൾ ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വലിയ റൈറ്റിംഗ്സ് ഒക്കെ ഉള്ളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുപോലെയുള്ള ലോങ് സ്ലീവ് ഷർട്ട്സ്, ലോങ് സ്ലീവ്, ഫുൾ സ്ലീവ് ഷർട്ട്സ് അവോയ്ഡ് ചെയ്യുക. ഹാഫ് സ്ലീവ്സ്, സിമ്പിൾ കോട്ടൺ പ്ലെയിൻ കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈ നെക്ക് ആയിട്ടുള്ളത്, ക്ലോസ് നെക്ക് ആയിട്ടുള്ളത്, കോളേർഡ് ആയിട്ടുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. റൗണ്ട് നെക്ക് ഇസ് പ്രിഫറബിൾ. ബോട്ടംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ജീൻസ് അലൗഡ് അല്ല. അപ്പം മെറ്റൽ ബട്ടൺസ് ഉണ്ട്, മെറ്റൽ സിപ്പ് ഉണ്ട്, അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി അത് ഡെനിംസ് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ കോട്ടന്റെ ഇതുപോലെയുള്ള ഇലാസ്റ്റിക്
വേസ്റ്റ് ഉള്ള ബോട്ടംസ് നമുക്ക് യൂസ് ചെയ്യാം. ബോയ്സിന് ഇതാ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ട്രാക്ക് പാൻസ് ഇല്ലേ, ട്രാക്ക് പാൻസ് യൂസ് ചെയ്യാം വിത്ത് ഇലാസ്റ്റിക് ബോട്ടം. പക്ഷെ റൈറ്റിംഗ് പാടില്ല കേട്ടോ. എഴുത്തൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള ബോട്ടംസ് യൂസ് ചെയ്യാം. പക്ഷെ അഗെയിൻ റൈറ്റിംഗ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ പ്രിഫർ ചെയ്യാം. പിന്നെ നല്ല ചൂടൊക്കെയാണ്, അപ്പൊ നിങ്ങൾക്ക് ഷോർട്സ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് യൂസ് ചെയ്യാം. നമുക്കിവിടെ ഷോർട്സ് കാണിച്ചു കൊടുക്കാം. ഷോർട്സിൽ ഇതുപോലെ മെറ്റൽ എന്താ പറയുക, ഹുക്സോ സിബോ ഒന്നും ഇല്ലാത്ത ബോട്ടംസ് ആണെങ്കിൽ ഷോർട്സ് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അതൊക്കെ അലൗഡ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ടീഷർട്ടും ഒരു ബോക്സറും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പോകും. ബോക്സർ എന്ന് വെച്ചാൽ കുറച്ച് ലെങ്ത് ഒക്കെ ഉള്ളത് ഇട്ടിട്ട് പോവാം, ബിക്കോസ് നമ്മൾ എക്സാം ഹോളിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക ബോയ്സ്. ഇപ്പൊ നിങ്ങൾ ഈ ഡ്രസ് കോഡിനെ കുറിച്ച് വളരെ ടെൻഷൻ അടിക്കേണ്ട, ബിക്കോസ് നിങ്ങൾക്ക് ഒരു സമാധാനം ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്നതാണ്. എന്താണെങ്കിലും എക്സാം ഡേയ്സിലേക്ക് അടുത്ത് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് മോർ അപ്ഡേറ്റ്സ് മാം തരുന്നതായിരിക്കും കേട്ടോ. ബോയ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ലൗഡ് പ്രിന്റ്സ് അഗെയിൻ വിത്ത് കോളർ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് പ്രിന്റഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, പ്ലെയിൻ ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഷോർട്സ് മാം പറഞ്ഞിരുന്നു, ഇതുപോലെയുള്ള സിമ്പിൾ കോട്ടൺ ഷോർട്സ്. ഇനി ഷോർട്സും പാന്റും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പോക്കറ്റ്സ് ഉള്ളത് ഒഴിവാക്കുക. പിന്നെ പോക്കറ്റ്സ് മക്കൾ ഫ്രീ ആയിട്ട് വെച്ചിട്ടല്ലേ പോവുള്ളൂ അല്ലെ. പിന്നെ ഷർട്ട് ആണെങ്കിലും പോക്കറ്റ് ഇല്ലാത്തതായിരിക്കും നല്ലത്. ഇനി റൗണ്ട് നെക്ക് ടീഷർട്ട് ഇടുവാണെങ്കിലും ഇതുപോലെ, ഇതിപ്പം എല്ലാം പെർഫെക്റ്റ് ആണ്, റൗണ്ട് നെക്ക് ആണ്, ഹാഫ് സ്ലീവ് ആണ്, പക്ഷെ ഒരുപാട് ലൗഡ് പ്രിന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഒഴിവാക്കുക കേട്ടോ. അപ്പം ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. നമ്മൾ ബേസിക്കലി നമ്മുടെ ഡ്രസ്സിങ് സെൻസോ ഇതൊന്നും കാണിക്കാനല്ലല്ലോ പോകുന്നത്, നമ്മൾ എക്സാം എഴുതാനല്ലേ പോകുന്നത്. അപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ടെൻഷനൊന്നും ഇല്ലാതെ മക്കൾക്ക് എഴുതാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് പോവാം. ഓക്കെ, ബോയ്സിന് പിന്നെ ഇതുപോലെയുള്ള 3/4 ബോട്ടംസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ അലൗഡ് ആണ്, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അഗെയിൻ മെറ്റൽ പോക്കറ്റ് അല്ലെങ്കിൽ മെറ്റൽ അറ്റാച്ച്മെന്റ്സ്, ഹുക്സ്, ഒരുപാട് പ്രിന്റുകൾ, എന്തെങ്കിലും ലെറ്റേഴ്സ് ഒക്കെ എന്തെങ്കിലും വേർഡ്സ് ഒക്കെ എഴുതിയിരിക്കുന്നു, അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇനി മാം പറഞ്ഞു നിങ്ങൾക്ക് ട്രാക്ക് പാൻസ് ഇടാം, ഷോർട്സ് ഇടാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഫുൾ പാന്റ് പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഫോമൽ ഫുൾ പാന്റ് യൂസ് ചെയ്യാം. പക്ഷെ അഗെയിൻ ഇതിനും മെറ്റൽ സിപ്പ് ഒരു പ്രശ്നമായിരിക്കും കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് മെറ്റൽ ബട്ടൺസ് പാടില്ല, അത് നോക്കി. പിന്നെ നമ്പർ ഓഫ് പോക്കറ്റ്സ് ഒക്കെ കുറവുള്ള കാർഗോസ് ഒന്നും അലൗഡ് അല്ല, അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, മക്കളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ബെൽറ്റ്സ്. ഓക്കെ, ബെൽറ്റുകൾ അലൗഡ് അല്ല, ക്യാപ്പുകൾ അങ്ങനെയൊന്നും അലൗഡ് അല്ല. പിന്നെ പിയേഴ്സിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പോകുക. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഷൂസ്, ഫുട്വെയർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന ഷൂസ് അലൗഡ് അല്ല. ഓക്കെ, കംപ്ലീറ്റ്ലി ക്ലോസ്. സോക്സ് അലൗഡ് അല്ല, ഇത് മക്കൾക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ നേരത്തെ എത്തി പെർമിഷൻ ഒക്കെ എടുക്കേണ്ടി വരും, അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതൊരു 3 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇതുപോലെയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ അലൗഡ് ആണ് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് കംപ്ലീറ്റ്ലി കാല് ക്ലോസ് ചെയ്യാത്ത രീതിയിലുള്ള ഫുട്വെയർ ബോയ്സിന് ഇടാം. ഈ രീതിയിലുള്ള സാൻഡൽസ് അലൗഡ് അല്ല കേട്ടോ, കാല് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ബോയ്സിന് ഇതുപോലെയുള്ള ഷൂസ് ഒന്നും പറ്റില്ല കേട്ടോ, ഷൂസ് അലൗഡ് അല്ല. കവർ ചെയ്യുന്ന കംപ്ലീറ്റ്ലി കാല് കവർ ചെയ്യുന്ന ഷൂസ് ഒന്നും തന്നെ അലൗഡ് അല്ല. ഇതുപോലെയുള്ള സാധാരണ സാൻഡൽസ്, അതിലിങ്ങനെ അഗെയിൻ ഒന്നും എഴുതിയൊന്നും വെക്കാത്ത പ്രിന്റ്സ് ഒന്നും ഇല്ലാതെ സാധാരണ സാൻഡൽസ് ഇടാം. ഇതുപോലെയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇടാം. ഇതൊക്കെ ഇട്ട് നിങ്ങൾക്ക് എക്സാമിന് പോവാം. ഇനി ഗേൾസിന്റെ ഫുട്വെയർ നോക്കുകയാണെങ്കിൽ ഗേൾസിനും ബോയ്സിനും ഹീൽസ് അലൗഡ് അല്ല കേട്ടോ, സാധാരണ ഫുട്വെയർ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഗേൾസ് പോകുമ്പോഴും ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഫുട്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയിട്ട് കാല് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫുട്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹീൽസ് അലൗഡ് അല്ല, ഒരുപാട് ഹീൽസ് ഉള്ളത് ചെറിയതൊക്കെ ഓക്കെ, പക്ഷെ ഒരുപാട് ഹീൽസ് ഉള്ള സാൻഡൽസ് അവോയ്ഡ് ചെയ്യാം. ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസ് ഇത് അലൗഡ് അല്ല കേട്ടോ. ഷൂസ് അല്ലെങ്കിൽ ബെലീസ് അതൊന്നും അലൗഡ് അല്ല. ഇതുപോലെയുള്ള ബെലീസ് ഷൂസ് ഒന്നും ഗേൾസിന് അലൗഡ് അല്ല. കണ്ടോ, ഇതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ഇടുന്നതാണ്, പക്ഷെ എക്സാം ഹാളിൽ നമുക്ക് ഇതിട്ടിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇതുപോലെയുള്ള സാധാരണ നമ്മൾ വീട്ടിലിടുന്ന ഒരു സാൻഡൽ ഇല്ലേടാ, സ്ലാൻഡലോ ഫ്ലിപ്പ് ഫ്ലോപ്പോ അതൊക്കെ ഇട്ടിട്ട് പോവാം. ഓക്കെ, ഇനി ചിലപ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോന്ന്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ക്രോക്സ് അലൗഡ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ക്രോക്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്, ബിക്കോസ് ഇത് കാലിനെ ഫുള്ള് കവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ക്രോക്സ് അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ ഫുട്വെയറിനെ കുറിച്ച് മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? പിന്നെ ഇതൊന്നും പുറത്ത് ടെൻഷൻ അടിക്കേണ്ട. ഡ്രസ്സ് മാം അത്യാവശ്യം പറഞ്ഞു തന്നു, ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് മക്കൾ റെഡിയാക്കി വെക്കേണ്ടത്, ഏത് രീതിയിലുള്ള ഫുട്വെയർ ആണ് റെഡിയാക്കി വെക്കേണ്ടത്. അതിനൊക്കെ നമുക്ക് ഇനി സമയമുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ റിവിഷനിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പൊ ഡ്രസ് കോഡിനെ കുറിച്ച് മക്കൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ, കുറച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ, ഒരു ആശ്വാസം കിട്ടിയില്ലേ? അപ്പൊ ഡ്രസ് കോഡിനെ കുറിച്ച് ആലോചിച്ച് മക്കൾ ടെൻഷൻ അടിക്കേണ്ട. എന്ത് അപ്ഡേറ്റ് നമുക്ക് ചെയ്യുന്ന കിട്ടിയാലും അതൊക്കെ നമ്മുടെ ചാനലിലൂടെ മാം വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അത് മാത്രമല്ല, എക്സാം ഹാളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, ബാഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ എക്സാം ഹാളിലെ സിറ്റുവേഷൻ എന്തൊക്കെയായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കണ്ടന്റ്സ് മക്കൾക്കായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അതോർത്ത് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഡ്രസ് കോഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് വിഷമിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എക്സാം ഹാളിൽ ചെന്ന് നമുക്കൊരു കൺഫ്യൂഷനോ ടെൻഷനോ വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഇനി ഇത് ആലോചിച്ച് കുറെ മക്കൾ ചോദിക്കേണ്ട മാമ അത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പൊ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഇനി മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് നല്ല പോലെ റിവൈസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.